എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1898 ദിവസമാണ്. 2 ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു നാഴികക്കല്ല് കൂടി പൂർത്തിയാക്കുകയാണ്. 1900 എപ്പിസോഡ്. ഇന്ന് 1898 2 ദിവസം കൂടി കഴിയുമ്പോൾ അത് സാധ്യമാവുകയാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി നമ്മോടൊപ്പം എത്തുന്നത് മധുസൂദനപ്പണിക്കർ സാറാണ്. അദ്ദേഹം കൊണിയം മാക്കുലേറ്റം സ്വന്തം അനുഭവത്തിലൂടെ ഒരു വിലയിരുത്തൽ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് 3/4 ഭാഗവും എടുത്തു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗവും ഡിസ്കഷനും ഉള്ള സമയമാണ് ഇന്ന്. സാറിൻ്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. സാറ് വളരെ നന്നായി തന്നെ കഴിഞ്ഞ ദിവസം കൊണിയം മാക്കുലേറ്റത്തിന്റെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. സാറെ, ക്ലാസ് തുടങ്ങാം. കൊണിയം മാക്കിന്റെ പോസിറ്റീവ് ഫാക്ടർ, എങ്ങനെയാണ് കൊണിയം ലേഡിയും ജെന്റിൽമാനും ഉണ്ടാകുന്നത്, അതിന്റെ കോൺസിക്വൻസ് എന്താണ്, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അനുഭവ സമേതമായിട്ട് പറഞ്ഞത്. അതിനുശേഷം കൊണിയത്തിന്റെ വേറൊരു പോസിറ്റീവ് ഫാക്ടർ, നമ്മളുടെ ഒക്കെ കേസസിൽ വരുന്ന വലിയൊരു കഥ എനിക്കുണ്ടായിട്ടുള്ളത്. ഒരു 22 വയസ്സുള്ള ബികോമിന് പഠിക്കുന്ന ഒരു ആൺകുട്ടി അദ്ദേഹത്തിന്റെ കൊച്ചമ്മയുടെ വീട്ടില് സ്ഥിരമായിട്ട് കിടക്കാൻ പോകുമായിരുന്നു. അത് അച്ഛന്റെ അനിയന്റെ ഭാര്യ അവരുടെ വീട്ടില്. അപ്പൊ അച്ഛന്റെ അനിയൻ ദുബായിലായിരുന്നു. ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു 22 വയസ്സിനേക്കാൾ കുറച്ചുകൂടെ ലുക്കുള്ള, കുറച്ചുകൂടെ ഫിസിക്കുള്ള, ജിംനേഷ്യത്തിലൊക്കെ പോയി വരുന്ന, പഠിക്കാൻ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മെരിറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ കൂട്ടുകിടക്കാൻ പോയി അതിനകത്ത് സംഭവിച്ച ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വന്ന് ഷോർട്ട് വിസിറ്റിന് വന്നിട്ട് തിരിച്ചു പോണതാണ്. അപ്പൊ ഇത്തവണ വന്നിട്ട് പോയില്ല, ഓണത്തിന് വന്നിട്ട് പോയില്ല. അതുമല്ല, ഇവന്റെ സാന്നിധ്യം ഒരു ദുസ്വാതന്ത്ര്യം ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നിയുകൊണ്ട് ഇവനൊന്ന് ഹർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒഴിവാക്കി. അതോടുകൂടി അവർക്ക് വലിയ ഒരു വെർട്ടിഗോ ഉണ്ടായി. വെർട്ടിഗോയായിട്ട് എൻ്റെ അടുത്താണ് വന്നത്. ഞാൻ കൊണിയം കൊടുത്ത് മാറുകയും ചെയ്തു. വെർട്ടിഗോയുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതിനുശേഷം ഈ കുട്ടിയിലുണ്ടായ പഠിക്കാനുള്ള അൺസാറ്റിസ്ഫാക്ഷൻ ഓഫ് സ്റ്റഡി, സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാതെ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചുനാള് വീട്ടിലായിരുന്നു. ചില കഞ്ചാവടിയൊക്കെ തുടങ്ങി. വീട്ടുകാരുടെ കോഴ്സ് അറിയാതെ ഡോക്ടർ ലക്ഷ്മിന്റെ മോളെടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ്. അപ്പൊ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം എന്റെ പ്രൈവറ്റ് പാർട്ട് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു ഡോക്ടറുടെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് അച്ഛനെ കാണിക്കാം. തീർച്ച എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നോക്കണം, അവൻ എന്താ പറയാനോന്ന് പറഞ്ഞു. അപ്പൊ ഒരു ശരീരം ലാസ്റ്റഡ് ആയിട്ടുള്ള ഒരു, അവന്റെ ബോഡി സ്ട്രെങ്തിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ഓർഗനായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇറക്ഷൻസ് ഒക്കെ ഫെയിലിയർ ഉണ്ടായി. ഭയങ്കരമായിട്ട് ഒരു ഡെഡ്ലി അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഫിഗറായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ചോദിച്ചപ്പോ എന്തെങ്കിലും ഇൻസിഡൻസ് ഡോക്ടർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഈ കഥ പറയുമായിരുന്നു. അപ്പം ഒരു ആദ്യത്തെ കുറെ നാള് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി. പിന്നെ ആരോ കൗൺസിൽ ചെയ്തപ്പം, പള്ളിയിൽ പോയി കുമ്പസാരിച്ചപ്പോ തെറ്റാണെന്ന് പറഞ്ഞപ്പോ അവനത് വിഡ്രോ ചെയ്തു. ആ വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് സെൽഫ് മാസ്റ്റർബേഷൻ തുടങ്ങി. അതിന്റെ ഒരു എലിമെന്റ്സ് ആയിട്ട് പിന്നെ അതിന് എഫിക്കസി ഇല്ലാതായി പോവുകയും ചെയ്തു. പിന്നെ ഇജാക്കുലേഷൻ ഇല്ലാതെ വന്നു. 23-24 വയസ്സായപ്പോൾ അവന് പഠിക്കാൻ കഴിയാതായി. ആകെ അതിന്റെ ഒരു അഡാപ്റ്റബിലിറ്റി കൊണിയത്തിനകത്ത് കെന്റ് പറയുന്നത് ശപിക്കപ്പെട്ടിട്ടുള്ള ദുരിതപൂർണമായ ഡിപ്രോപ്പബിൾ കണ്ടീഷൻ എന്നാണ്. ഡിപ്രോപ്പബിൾ കണ്ടീഷന്റെ എക്സ്പ്ലനേഷൻ അതാണ്. അവന്റെ മാനസിക ശാരീരികമായിട്ടുള്ള എഫിക്കസിയിൽ വന്ന
ഒരു എയിൽമെന്റ്സ്, ഒരു ഡിപ്രഷൻ, അതിന്റെ കോസേറ്റീവ് ഫാക്ടർ മറ്റേതാണ്. അവിടെ ഒരു പിന്നെ അതിനകത്ത് 2 ഫാക്ടർ വന്നൊരു സഡൻ വിഡ്രോവൽസ് വന്ന്, 2 എക്സസീവ് ആയിട്ടുള്ള മാസ്റ്റർബേഷൻ, മറ്റേതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ അവൻ ചെയ്തുകൊണ്ടെന്നുള്ള എലിമെന്റ്സ്. അവൻ നിരാശപ്പെട്ടു പോയി, അവന് മുറിയിൽ ഒതുങ്ങിക്കൂടി, പേപ്പർ വായിക്കാൻ ഇഷ്ടമില്ല, ടെലിവിഷൻ കാണാൻ ഇഷ്ടമില്ല, ആകെ നിരാശനായി, പഠിത്തത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത്. ഇതൊക്കെ കണ്ടിട്ട് ചിറ്റപ്പൻ വന്നവന് വിളിച്ചിട്ട് പോയി അവിടെ താമസിപ്പിച്ചെങ്കിലും അവന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അവൻ തിരിച്ചു പോന്ന. ഞങ്ങളിപ്പോ കൗൺസിൽ ചെയ്ത് അവന് കൊണിയം കൊടുത്തു, അവൻ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പൊ അവൻ ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറാണ്, ഒരു മാരീഡ് ലൈഫ് ഉണ്ട്. പക്ഷെ അവിടെയും കുറെ അതിന്റെ എയിൽമെന്റ്സ് വരുത്തി വെച്ച വിനകളുണ്ട്. അവരുടെ ഫാമിലി സെറ്റപ്പ് ഒന്നും നല്ലതായില്ല. പക്ഷെ അതിന് കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റിൽ ഈ രഹസ്യം പുറത്തു പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ വന്നില്ല, വിളിച്ചിട്ടും വന്നില്ല. വെളിയിലപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്നാലും അന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അവന് ജോലിക്ക് പഠിക്കാനും ഒക്കെ പോകാൻ പറ്റും. അപ്പം ഈ കൊണയത്തിന്റെ അഡാപ്റ്റബിലിറ്റിയിൽ സഡൻ വിഡ്രോവൽസ് ഏത് തലത്തിലുണ്ടായാലും, പ്രത്യേകിച്ച് നമുക്ക് അങ്ങനത്തെ കേസസ് ഒക്കെ ഇപ്പൊ കിട്ടും. ഇപ്പോഴത്തെ കാലം അതാണ്. അമ്മമ്മ വീട്ടിൽ താമസത്തിന് പോവുക, ഓണത്തിന് നിൽക്കാൻ പോവുക, വെക്കേഷൻ നിൽക്കാൻ പോവുക, അവിടെയൊക്കെ ഉണ്ടാകുന്ന ആണിനും പെണ്ണിനും വരുന്ന കുറെ വിഡ്രോവൽസ്, ഇതുപോലുള്ള മിസ്മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന സെക്ഷൽ ഇമ്പാരിറ്റിയിലൊക്കെ വരുന്ന കുഴപ്പങ്ങളിൽ അങ്ങനെ ഒരു കേസസ് വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൊണിയത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിന്തിക്കണം. കൊണിയം നമ്മളെ നിരാശപ്പെടുത്തത്തില്ലെന്നുള്ള എൻ്റെ അനുഭവമുള്ളത്. ഡിപ്രോപ്പോൾ കണ്ടീഷൻ ഓഫ് യങ് മാൻ അഡിക്റ്റഡ് ടു മാസ്റ്റർബേഷൻ, അതും കൊണിയത്തിന് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു സിംറ്റം. കൊണിയത്തിന് ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. എക്സസീവ് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ല. സന്യാസം പോലെ ജീവിക്കാൻ ഇഷ്ടമാണ്, ഒരിക്കലും സന്യാസിയാകാൻ ഇഷ്ടമില്ല. ഇനെഫിക്കസി എയിൽമെന്റ്സ് ഇൻഎഫിഷ്യന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ പോലും ആ എക്സസീവ് ആയിട്ടുള്ള തോഴ്സ് അവനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറെ എയിൽമെന്റ്സ്, അതും കൊണിയത്തിന്റെ ഒരു സ്പിയർ ഓഫ് ആക്ഷനിൽ വരും. കൊണിയത്തിന്റെ പരാലിസിന്റെ കൂടെ 7 ഇതിന്റെ കൊണിയത്തിന്റെ ഒരു പരാലിസിനാണെങ്കിലും സിംറ്റംസിനാണെങ്കിലും എല്ലാം ഒരു ഗ്രാജുവൽ വേക്കപ്പ്, ലോവർ പാർട്ടിൽ നിന്ന് അപ്പർ പാർട്ടിലോട്ട് പോകും എല്ലാം. ഇപ്പൊ ഡിസ്ലെക്സി ആയാലും ട്രെംബ്ലിംഗ് ആണെങ്കിലും, പ്രത്യേകിച്ച് ആൽക്കഹോളിക് ട്രെംബ്ലിംഗ്, ആൽക്കഹോൾ വിഡ്രോ ചെയ്യുമ്പം വരുന്ന ട്രെംബ്ലിംഗ് പോലെ ആൽക്കഹോൾ കഴിക്കാത്തവരിൽ വരുന്ന ട്രെംബ്ലിംഗിൽ നമ്മൾ തറോ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും കൊണിയവും മെർസോളിനും ഭയങ്കര സാധ്യതയുണ്ട്. കൊണിയം സൈക്കോട്ടിക്കുമാണ്, മെർസോൾ സിബിലിറ്റിക്കുമാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. കൊണിയം കുറേയൂടെ പേറായിരിക്കും, മെർസോൾ കുറച്ചുകൂടെ കറുത്ത് സ്വെറ്റ് കൊണ്ടിട്ടുള്ള റെമിനൻസും കുറച്ചുകൂടെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ മെഡിസിനൽ ഡിഫറൻസിയേഷന് വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. Widows and widowers who have suddenly been deprived from their sexual relations. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ കൊണിയത്തിന്റെ കോസേറ്റീവ് ഫാക്ടറാണ്. ഹൈപ്പോകോൺട്രിയാസിസ് ഫ്രം സെക്ഷൽ അബ്സ്റ്റിനൻസ് ഓഫ് ഇന്റർകോഴ്സ്. അബ്സ്റ്റിനൻസ് മീൻസ് ടോട്ടൽ വിഡ്രോവൽ, പാർഷ്യലായിട്ടല്ല, ടോട്ടൽ വിഡ്രോവൽസ്. അതിന്റെ ഒരു കോണ്ടാക്ടിന്റെ പ്രൊസീജിയറിൽ 5 or 6 എക്സ്റ്റേണൽ ഇന്റേണൽ ഒക്കെ ഉണ്ടെങ്കിലും ടോട്ടൽ വിഡ്രോവൽസ് വരുമ്പോഴാണ് കൊണിയം പതോളി ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഹൈപ്പോകോൺട്രിയാസിസ്. ഇപ്പൊ ഹൈപ്പോകോൺട്രിയാസിസ് ഉള്ള ഒരു പേഷ്യന്റ് വരുമ്പം അവരുടെ സാഹചര്യങ്ങൾ പഠിക്കുമ്പോൾ ഇഗ്നേഷ്യ മോസ്കസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ കൊണിയത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബേസ് ഉണ്ടെന്നുള്ള ശ്രദ്ധിക്കണം. Mental tiredness with hypochondriasis, slow forming weakness of mind, not rapid development. In any circumstance, rapid developments ഒരു പതോളജിയിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 2-3-4 വർഷത്തെ പഴക്കം കാണും. അവര് ഗ്രാജുവലി ഡോക്ടറെ കാണത്തുള്ളൂ. കാണുന്ന അവസ്ഥയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഭയങ്കരമായിട്ട് 4th സ്റ്റേജ് ഒക്കെ ആയിപ്പോകും.
അങ്ങനെയുള്ളവരില് വിഡോവേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ അൺമാരീഡ് ആണെങ്കിൽ, സന്യാസത്തില് വേഷം കെട്ടിയിട്ടുള്ള സന്യാസം, ഫിസിക്കലി സന്യാസവും മെന്റലി സന്യാസവും അല്ലാത്തവരില്, അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റ് ആണ് നമ്മുടെ അടുത്ത് വരണമെങ്കിൽ കൊണയത്തിന് ഭയങ്കര സ്കോപ്പാ ഉള്ളത്. വീക്ക്നെസ് ആൻഡ് വീക്ക്നെസ് അണ്ടിൽ ദേ ബിക്കം അണേബിൾ ടു ഇംബസിലേറ്റ്, ബിക്കം സ്റ്റുപ്പിഡ് ഓർ ഇഡിയോട്ടിക് ആയിട്ട് കമ്മിറ്റ് ചെയ്യുക. ആ പയ്യൻ സ്റ്റുപ്പിഡ് ഓർ ഇഡിയോട്ടിക് കണ്ടീഷനിലായിട്ട് കുറെ കാലം പോയിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് കണ്ടക്ടർ പണി തുടർന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അയാളെ വൈഫ് ഹൗസിൽ താമസത്തിന് പോയി കുറച്ച് ദൂരെ. അപ്പൊ വളരെ ഞാൻ ഈ കൊണിയം പഠിച്ചപ്പോഴും അനുഭവത്തിലും ഒക്കെ കമ്പയർ ചെയ്തിട്ട് അത് എൻ്റെ മനസ്സിൽ വളരെ തറച്ചിട്ടുള്ള ഒരു കാര്യം. നേരത്തെ ഞാൻ വലിയൊരു ടെക്സ്റ്റൈൽ ഉടമയുടെ കാര്യം പറഞ്ഞല്ലോ, ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് ടെക്സ്റ്റൈൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ ഉപമകൾ വെച്ച് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സെയിം സബ്ജക്റ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ വേറെ അസെൻഡിങ് പാരാലിസിസാ. താഴെ പതുക്കെ കാലുമരവലായിട്ട് തുടങ്ങി പിന്നെ വീക്കനിങ് ആയിട്ട് ട്രെംബിളിങ് ആയിട്ട് ഇപ്പൊ ഗ്രാജുവലി ഡെവലപ്പ് വിത്ത് ഹിസ്റ്ററി നമ്മൾ നോക്കണം. അസെൻഡിങ് പാരാലിസിസ് ആണ് കൊണിയത്തിൻ്റെത്. മൈൻഡ് ബിക്കം ഡൾ, നോ ഇൻട്രസ്റ്റ് ടു വർക്ക് ഓർ സ്റ്റഡി ഓർ അതർ തിങ്സ്. ഇപ്പൊ പെട്ടെന്ന് ഉള്ള +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പ്രീ ഡിഗ്രി ഒക്കെ വരെ വളരെ നല്ല നിലവാരത്തിൽ പഠിച്ചു പോയിട്ടുള്ള കേസ് പെട്ടെന്നൊരു വിഡ്രോവൽസ് ഫ്രം ദ ആക്റ്റീവ്നെസ് ഓർ സ്റ്റഡി പർപ്പസ് ഓർ കണ്ടാല് നമ്മള് അവന്റെ പേഴ്സണൽ ലൈഫില് വളരെ ആധികാരികമായിട്ട് അറിയാതെ ഇടിച്ചു കയറണം. ഒരു ഫിസിക്കൽ എക്സാമിനേഷന് വേണ്ടി രണ്ട് സൈഡും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് കൊണിയത്തിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള വളരെ ഒരു പ്രത്യേകത, ഒരു ടീനേജ് പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് ഈ സൈലീഷ്യ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളവരിൽ കുറച്ചുകൂടത്തെ സൈലീഷ്യ മാറിയിട്ട് അതിന്റെ കുറച്ചുകൂടെ മടിയായി വരുന്ന കാൽക്കേറിയ സിലിക്കേറ്റായാല് ഒക്കെ നമ്മള് അവരുടെ ഒരു ഒബ്സസീവ്നെസ്സും ക്രേവിംഗ് ഫോർ സിമ്പതി, ഡിസൈർ ടു ബി മാഗ്നറ്റൈസ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സിമ്പതി ഇഷ്ടമായിട്ട് വീടുകളിൽ അവരുടെ കൂടപ്പിറപ്പാണ് ലേസിനെസ്, പോസ്റ്റ്പോണ്ടിങ്, മെന്റൽ എക്സേഷൻ, അവേർഷൻ. അപ്പൊ അവരെ അമ്മമാര് വഴക്ക് പറയും, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. ഈ താമസവും ഡിലേയും മടിയും ഒക്കെ കൊണ്ട് പഠിത്തത്തിന് വരുന്ന വ്യത്യാസങ്ങൾ വഴക്ക് പറയുമ്പോൾ നീ അവരെ കണ്ടുപിടി, ഇവരെ കണ്ടുപിടി, ഏട്ടന്റെ മോളെ കണ്ടുപിടി, അവനെ കണ്ടുപിടി എന്നിപ്പോ ബ്രദറിനോട് തന്നെ കമ്പയർ ചെയ്ത കമ്പാരിസൺ ഏറ്റവും വലിയ ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് സൈലീഷ്യ. അതിന്റെ ഒരു മൂർത്തിഭാവമാണ് കൽക്കേറിയ സിലിക്കേറ്റ്. അപ്പൊ ഇവരിൽ ഡെവലപ്പ് ചെയ്യാൻ വരുന്നവര് സ്വാഭാവികമായിട്ടും വീട്ടിലെ അമ്മ വഴക്ക് പറയുന്ന ഇഷ്ടക്കുറവാണെന്നുള്ള ഒരു ധാരണ, ചേട്ടനെ അല്ലെങ്കിൽ അനിയത്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവളോടാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ധാരണ. ഈ ഒരു ധാരണ വിഡ്രോവൽസ് ഓഫ് ദ മദർഹുഡ് ലവ്, ഇവരിൽ ഒരു കൊണിയൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു ലവ് അഫയർ വന്ന് പെട്ടാൽ നമുക്കത് പേഷ്യന്റ് പറഞ്ഞില്ലെങ്കിൽ പോലും അറിയാൻ പറ്റും. അൺമാരീഡ് ഗേളിൽ, ഈ ടൈപ്പ് ടീനേജ് ഗേളിൽ മെൻസസിനും ബ്രസ്റ്റ് പെയിൻ ഉണ്ടോ, ഒരു 90% അഫയർ ഉള്ളവരായിരിക്കും. അതിനകത്ത് ഒരു ഫിസിക്കൽ ടോർച്ചറിങ് അല്ലെങ്കിൽ ഒരു സപ്രഷൻ ഓഫ് എൻജോയ്മെന്റ്സ് ഓർ എന്റർടൈൻമെന്റ് ഓഫ് ബില്യൻസ് ഓഫ് എൻജോയ്മെന്റ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മള് ഈ ഒരു സിംറ്റം കിട്ടിയാൽ പലപ്പോഴും ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അവർക്ക് അതിനകത്ത് നിന്ന് നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അപ്പൊ ഇറ്റ് ഈസ് എ വെരി ഡെഫിനറ്റ് ക്ലൂ ഫോർ ഫൈൻഡ് ഔട്ട് ദ സിമിലർ കൊണിയം. The case will cure with കൊണിയം. ഒരു അഡലസൻസ് ബ്രസ്റ്റ് ട്യൂമറിൽ ഈ കോസേറ്റീവ് ഫാക്ടർ പ്രൊഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സപ്രഷൻ ഓഫ് ഡിസയർ അതിന്റെ ഒരു മെയിൻ കോസേറ്റീവ് ഫാക്ടറാണ്. വിതൗട്ട് പാതോളജി, ഒരു ആക്സിലാലിംപിഡിനൈറ്റിസ് ഒന്നും ഇല്ലാതെ ഫൈബ്രോഡിനോമാസ് ബ്രസ്റ്റ് ബൈലാറ്ററൽ, ഇത് കൂടുതലും റൈറ്റ് സൈഡാണ്. ബൈലാറ്ററൽ കൂടുതൽ വേണം, സ്ക്രോപ്പുലറിയ നിഡോസയില്ല. കെന്റിനകത്ത് ഒരു വരിയായിട്ട് പറയുന്നുണ്ട്, സ്ക്രോപ്പുലറിയ നിഡോസ കോമൺ ആൻഡ് ബെസ്റ്റ് മെഡിസിൻ ഫോർ adolescents fibroadenomas.
അത് ബയലാട്രലാണ്. ബിക്കോസ് സ്ക്രോപ്പുലർ നോഡോസ പിന്നെ സിഫിലിറ്റിക് മെഡിസിൻ ആണ്. കോണിയം റൈറ്റ് സൈഡഡ് മെഡിസിൻ ആണ്. അപ്പൊ റൈറ്റ് സൈഡഡ് മോസ്റ്റ് പ്രോബ്ലി പൈറ്റിലൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റേജിലുള്ള പതോളജി ഉള്ളതാണ്. കോണിയത്തിന്റെ ഈ ഒരു കോസേറ്റീവ് ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കോണിയം മാത്രം കൊടുത്താൽ ഫൈബ്രോഡിനോസിസ് ഏർലി സ്റ്റേജ് മാറും. അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ അസ്റ്റീരിയാസിസ് റുബൻസിസും ആണ് കൂടുതലായിട്ട് പറയുന്നത്. അവിടെയും ഈ ഒരു സപ്രഷൻസ്, ഈ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ PCOD ആയിട്ടൊക്കെ ആയിരിക്കും പലരും നമ്മുടെ അടുത്ത് വരുന്നത്. അതിന് ലെഫ്റ്റും റൈറ്റും ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. സൈലീഷയുടെ ചില്ലിനെസ് ഉണ്ടാകും, കോൾഡ് അഗ്രവേഷൻ ഉണ്ടാകും, ഹാർഡ്നെസ് വിത്ത് ടെൻഡർനെസ് ഓഫ് ട്യൂമറിനുണ്ടാകും. പിന്നെ അവരുടെ സപ്രഷൻ ഓഫ് ഡിസീസ് ഏതെങ്കിലും വിധത്തിലുമൊക്കെ അതിന്റെ ക്ലൂസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയാൽ അവിടെയും കോണിയത്തിന് വളരെ ഒരു സ്കോപ്പ് ഉള്ളതാണ്. ഇതിന്റെ പീരീഡ്സിന്റെ മെൻസസ് പീരീഡ്സ് എന്ന് പറഞ്ഞാൽ കോൾഡിൽ കൈവച്ച് കഴിഞ്ഞപ്പോൾ നിന്ന് പോകും. അപ്പം വളരെ ഫൈബ്രോയിഡ് യൂട്രസിൽ ഈ ഒരു സിംറ്റം വളരെ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാല് ബ്ലീഡിംഗ് ഉണ്ട്, പക്ഷെ ബാത്റൂമിൽ പോയിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത അപ്പം നിൽക്കും. എനിക്ക് അത്തരം കേസ് കിട്ടിയിട്ടുണ്ട്. ആ റെപ്പറട്ടറി തന്നെ ബ്ലീഡിംഗ് ഫ്രം ഫൈബ്രോയിഡ് പറയുന്നുണ്ട്. അവർക്കും ഈ ലാക്ടോസിസിനും കോണിയത്തിനും ഒക്കെ ഉള്ള പോലെ തന്നെ ബ്രസ്റ്റ് പെയിൻ ബിഫോർ, ടെൻഡർനെസ് ബിഫോർ മെൻസസും ഉണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ ഫൈബ്രോയിഡ് ഉൾപ്പെടെ നമ്മൾ ഈ പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ പേഷ്യന്റ് നമുക്ക് സറണ്ടർ ചെയ്യും. അവർക്ക് നമ്മൾ കോണിയം കൊടുത്താൽ ഫൈബ്രോയിഡ് ഉൾപ്പെടെ പോകും. അവരുടെ ഒരു ഫാമിലി ഹിസ്റ്ററി നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. വേറെ അതിന്റെ ഫീവർ ആണെങ്കിലും ബ്ലീഡിങ് ആണെങ്കിലും ഒരു 2 weeks പീരിയോഡിസിറ്റി ഗ്രൂപ്പിൽ വിസിബിൾ ആണ്. 2 weeks പീരിയോഡിസിറ്റി ആണ് കോണിയത്തിനുള്ളത്. റിലേറ്റഡ് അതിന് സബ്ജക്ട് ഇപ്പൊ റൂമാറ്റിസം ഓൾട്ടർനേറ്റ് വിത്ത് ഡിസ്മെനോറിയ, ബ്രസ്റ്റ് പെയിൻ ഓൾട്ടർനേറ്റ് വിത്ത്, അതിലൊക്കെ ഒരു 2 weeks പീരിയോഡിസിറ്റി എവിടെയെങ്കിലും നമുക്ക് വിസിബിൾ ആയിട്ട് കിട്ടുവാണെങ്കിൽ കോണിയം ചിന്തിക്കാവുന്ന ഒരു കാര്യം. കോണിയത്തിന്റെ വേറൊരു പ്രത്യേകത, കോണിയം ഇന്നും എനിക്ക് അങ്ങനെ ഒരു പേഷ്യന്റ് 42 ഏജേ ഉള്ളൂ, പക്ഷെ 28 വയസ്സിൽ CA പ്രോസ്റ്റേറ്റ് ഡയഗ്നോസ് ചെയ്ത് RCSിലൊക്കെ പോയതാണ്. RCSിലൊക്കെ അവർ റേഡിയേഷൻ കീമോ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം PSA ഗ്രാജുവലി കൂടി എൻ്റെ അടുത്ത് വന്നതാണ്. അദ്ദേഹത്തിന്റെ പിന്നെ യൂറിനറി പെയിൻ, ഇൻകോണ്ടിനൻസ്, തുമ്മുമ്പം ചീറ്റുമ്പോഴും ഒക്കെ പോവും. അത് യൂറിൻ പോയി നിന്ന് കഴിഞ്ഞാല് ഡ്രോപ്പ് ആയിട്ട് പോവും. പിന്നെ പ്രോസ്റ്റേറ്റ് മാലിഗ്നൻസിയുടെ കൂടെ വന്ന് നമ്മൾ കോണിയം 03 മിഥീലിയ റേപ്പൺസ് എന്ന് പറയുന്ന നമ്മുടെ മെഡിസിനും കൂടെ കൊടുത്തപ്പോൾ പെട്ടെന്ന് വേദന പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും ഇന്ന് വന്ന് നമ്മൾ കോണിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്, എവിടെ ഇരുന്നാലും 2 കാലം കൂടെ പൊക്കി കസേര വെച്ചിരിക്കും. അത് RCSിലെ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ യൂറിനറി ബ്ലാഡർ ജാമായി പോവും, പ്രസ് ചെയ്ത് വരുമ്പം വേറെ വേദന വരുന്നുണ്ട്, അങ്ങനെ ഇരിക്കരുതെന്ന് പറഞ്ഞെങ്കിലും എന്റെ ആശുപത്രി വന്ന് പോലും കസേര പൊക്കിയിരുന്നു. ഇപ്പൊ ഞാൻ ഇന്ന് കൊണിയം കൊടുത്തിരിക്കുകയാണ്, കൊണിയം 10 കൊടുത്തിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ഡ്യൂ കോഴ്സ് വേറൊരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പറ്റും. അപ്പം കൊണിയത്തിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതും ഈ കുഞ്ഞമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ പോയതുപോലെ തന്നെ പിന്നെ സാധാരണഗതിയിൽ ഈ മെനോപാസൽ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് അഡിനോമയോസിസ് വന്ന് ഫൈബ്രോയിഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള ഒരു 6-7 മാസത്തെ പീരീഡ്സിൽ, അത് കഴിഞ്ഞിട്ടുള്ള ഹോർമോൺ വിഡ്രോവൽസിൽ ഫീമെയിൽ പാർട്ണർക്ക് ഇൻട്രസ്റ്റ് പോവുകയും ഡിസ്പെറോണിയ ഒക്കെ വരുമ്പം ഓളോണെ സഡൻ നല്ലപോലെ ലൈഫ് ഉണ്ടായിരുന്ന ഒരു വിഡ്രോവൽസ് വരും. അപ്പം ആ ഒരു മെനോപാസൽ വിഡ്രോമിന്റെ പോസിറ്റീവ് ഫാക്ടർ ഇയാളിൽ ഉണ്ടായിരുന്നു. അവർ മെനോപാസ് ആയില്ല, പക്ഷെ ഫൈബ്രോയിഡ് വന്നു. അതായത് ചെരുപ്പ് ഷോപ്പ് നടത്തുന്ന ആളുകളാണ്. അപ്പം ഫൈബ്രോയിഡ് കഴിഞ്ഞിട്ട് അവർ ഇൻഡിഫറന്റ് ആയി. ആക്ച്വലി നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു, പക്ഷെ ഈ വിഡ്രോവൽസ് വന്നു. അപ്പൊ അതിന് കൊണിയം കുറെ കൂടെ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. നമ്മൾ ഈ കോസേറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ചില്ലെങ്കിൽ അതിനു മുമ്പ്
ഇവരുടെ ഈ വിഡ്രോവൽസ് മനസ്സിലാക്കാതെ തന്നെ ഈ കൊണിയത്തിന്റെ ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വീക്ക്നെസ് ഫീൽ ചെയ്യും, ലോൺലിനെസ് ഇഷ്ടപ്പെടും. ലോൺലിനെസ് അവർക്ക് ഇഷ്ടമില്ല എങ്കിലും പബ്ലിക്സിൽ പോകാൻ ഇഷ്ടമില്ല. അത് കൊണിയത്തിന്റെ വേറൊരു കോൺട്രഡിക്ടറി സിംറ്റം. അതുകൊണ്ട് മുറിയുടെ ഒരു മൂലയ്ക്ക് ഇരിക്കും, കഴിയുന്നതും കറുത്ത വസ്ത്രം ധരിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ ചാടിക്കേറി വരും. അവരുടെ ഉള്ളിലെ മാനസിക വിഷമങ്ങൾ പുറത്തു പറയാൻ ഡാക്ടർമാർ പോലെ അവർക്ക് ഇഷ്ടമല്ല. അത് കൂടുതൽ ചോദിക്കുമ്പോൾ വളരെ ഭയങ്കരമായിട്ട് സ്കോൾ ചെയ്യും. കോൺട്രഡിക്ഷൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഇന്ന് വന്ന എന്റെ പേഷ്യന്റിൽ കണ്ട കാര്യം, അദ്ദേഹത്തിന് മൂത്രത്തിന് പോയി കഴിഞ്ഞാൽ താമസം ഉണ്ടാകുകൊണ്ട് കുറച്ചിട്ട് മുക്കും, സ്ട്രെയിൻ ചെയ്യും. അത് വൈഫ് എന്ന് പറഞ്ഞ് പുറത്ത് നിന്നാ മുക്കുമെന്ന് കേട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെ കെട്ടിവിട്ടടിച്ച് പുറത്ത് നിന്നു. എനിക്ക് ആ കാര്യം മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചകത്തുകൊണ്ട് ചോദിച്ചോ പറയാണ്, ഡോക്ടർ ഇത് ഇങ്ങനെ സഹസ്രനാമം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നാലും. ഞാനും മനുഷ്യരല്ലേ, എനിക്ക് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഞാൻ? അപ്പൊ അത്രയും സെൻസിറ്റീവ് ടു കോൺട്രഡിക്ഷൻ ആണ് കൊണിയത്തിന്. അതിന്റെ സാഹചര്യമായിട്ട് നമ്മൾ കൂട്ടി വായിക്കുമ്പം കൊണിയത്തിൽ വന്നിട്ടുള്ള നിരാശയുടെ ഒരു മൂർത്തിഭാവത്തില് അത് അതിനെപ്പറ്റിയോ അതിനെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയുവാണെങ്കിൽ അവര് സ്വാഭാവികമായിട്ടും അവരുടെ മോശാവസ്ഥയിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പൊ അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ കൊണിയം പേഷ്യന്റ് സിംറ്റം പോലും ചെയ്യാൻ കൊണിയം പേഷ്യന്റ് വളരെ സോഫ്റ്റ് അപ്രോച്ച് ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു കോൺട്രവേഴ്സി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ഓഫ് പെനിക് ആൻഡ് കോസ് മെന്റൽ ഡിപ്രഷൻ. ഇപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഇതിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ ഒരുങ്ങിയാൽ, വേറൊരു സെക്ഷൽ പാഷൻ കാണിക്കുകയോ അല്ലെങ്കിൽ ഇനി യൂട്യൂബിൽ തന്നെ കാണിക്കുകയോ ഇല്ലെങ്കിൽ അവരുടെ ഈ വഴിയിലാക്കി ആ പാർട്ട്ണറെ കാണാനിട വരികയോ അവരുടെ ഫോൺ കോൾ പോലും ഇവർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, ആ ഓർമ്മകൾ. പക്ഷെ ആ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ടയേർഡിനും വീക്ക്നെസ്സും ആയിട്ട് അവര് ഡെഡ്ലി പെയിന്റിനെസ് ഉണ്ടായി പോകുന്നതാണ് പറയുന്നത്. അപ്പൊ അത്രയും ആ ചിന്തകൾക്ക് പോലും ഇവരെ സ്വാധീനിക്കാൻ കഴിവുണ്ടാകും പ്രീവിയസ് എഫക്ട്സുകൾ. എക്സൈറ്റ്മെന്റ് ഓഫ് എനി കൈൻഡ് കോസ് മെന്റൽ ഡിപ്രഷൻ. Cannot endure any kind of excitement which can result in weakness and sadness. വീക്ക്നെസ് ആയി, സാഡ്നെസ് ആയി, നിരാശയായി, ജീവിതം വഴിമുട്ടി, പഴയ റോയലായിട്ട് ജീവിച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനത്തെ പിന്നെ കാലിന്റെ പാരാലിസിസ് കൂടെ ആകുമ്പോൾ കൊണിയം സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കരമായിട്ടാണെന്നാണ് പറയുന്നത്. ആ മനസ്സ് അങ്ങനെ പോകും. അതിനു മുമ്പ് ഒരു ഹോമിയോ ഡോക്ടർക്ക് മാത്രമേ അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കൊണിയം കണ്ടുപിടിച്ചു കൊടുക്കാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്രയും ക്ലൂസ്. ഒരു കൊണിയം സബ്ജക്റ്റ് കഥാപ്രസംഗം പോലെ ഞാൻ അതിന്റെ എല്ലാ വശവും പറഞ്ഞു. ഈ കഥയിൽ കേട്ടിട്ടുള്ളവർക്കൊക്കെ കൊണിയം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലെന്ന് അറിയാൻ പറ്റും. അതുവഴി ഹോമിയോപ്പതിക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഈ കൊണിയം മാക്കിനെ ഉപയോഗിക്കാനും അതുവഴിയുള്ള ഒത്തിരി സക്സസ് കൊണിയം മാക്ക് കൊണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതാണ്, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം അല്ല, ഒറ്റയ്ക്കിരിക്കാൻ ബീങ് എലോൺ ടു അവോയ്ഡ് സൊസൈറ്റി. ഒറ്റയ്ക്കിരിക്കാൻ ആക്ച്വലി ഇഷ്ടമില്ല, പക്ഷെ കമ്പനി പോകാൻ ഇഷ്ടമാണ്. അതാണ് അവിടെ കോൺട്രവേഴ്സിയാണ്. പിന്നെ എന്റെ കൊണ്ണത്തിന്റെ വെട്ടിയോ അറിയാം, തിരിയാൻ പറ്റത്തില്ല, കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴുണ്ട്, പെടല് തിരിക്കുമ്പോൾ. അതാണ് ഏറ്റവും കൂടുതൽ ട്രബിൾസമായിട്ടുള്ള വെട്ടിയോ. അതാണ് പണ്ട് ഞാനൊരു കഥ പറഞ്ഞില്ലേ, ഇപ്പൊ കൊണിയം പേഷ്യന്റിന്റെ പാരാലിസിസ് ഉള്ള കൊണിയം പേഷ്യന്റിനെ കൊണ്ട് കുറച്ച് നടന്ന് ആശുപത്രിയിലോട്ട് വരാൻ വേണ്ടി വരുന്ന വളരെ അടുത്ത് വരെ അവരുടെ കാർ വന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വന്നപ്പം ഇവരോട് കൊണിയത്തിന്റെ മനസ്സറിയാമല്ലോ, ആ ഒരു സപ്രഷനും ഒരു സസ്പീഷ്യസും ഒരു ലോസ് ഓഫ് ഫെയ്ത്തും ഒക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായത് കൊണ്ട് പേഷ്യന്റ് മുന്നോട്ട്, അപ്പൊ വൈഫിനെ കൊണ്ട് മുന്നേ നടക്കെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും മുന്നേ നടക്ക് എന്ന് പറഞ്ഞ വൈഫ് അത് വിശദീകരിച്ചത് അങ്ങേർക്ക് അതുപോലെ തന്നെ സംശയമാണ്, ഡോക്ടറെ ഞാൻ നടക്കും അങ്ങേരുടെ മുമ്പേ നടക്കില്ല.
അല്ലെങ്കിൽ പുറകെ പോയി എന്നെ വിളിച്ച് വഴി വെച്ചാണെങ്കിലും ചീത്ത വിളിക്കുന്നുണ്ട്. ആക്ച്വലി കാര്യം അതിനെപ്പറ്റി നാഷ് പറഞ്ഞിരിക്കുന്നത് തിരിഞ്ഞു നോക്കിയാൽ തലകറങ്ങും നടക്കുമ്പോൾ. അതുകൊണ്ട് ഇവരെ കണ്ട് നടക്കട്ടെ എന്ന് വെച്ച് മുന്നോട്ട് നടക്കാൻ പറയാം. അത്രേ കാര്യമുള്ളൂ. പക്ഷെ മറ്റവർ ഇന്റർപ്രറ്റ് ചെയ്തത് ആ അർത്ഥത്തിലല്ലെന്ന് മാത്രം. പണ്ട് അതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു. എനിക്കൊരു തോമസ് ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങളുടെ തോമസിന് ഞങ്ങള് പാല് തരാൻ വന്ന് പേഷ്യൻ്റായിട്ട് വന്നത്. അപ്പൊ കഞ്ഞിക്കുഴിയിലുള്ളതാണ്. അപ്പൊ തോമസ് ചേട്ടന്റെ വീടിനടുത്ത് ഒത്തിരി മുല്ലപ്പൂ കൃഷിയാണ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് അമ്പലത്തിൽ കൊടുക്കാൻ ഞങ്ങൾ പ്രയറിനൊക്കെ പൂജ കെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം വന്നപ്പോൾ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഒരു കൃഷി ഉണ്ടാക്കി പൂക്കാരനായി. പുറത്തുനിന്നൊക്കെ പൂ വരുത്തി നല്ല ബിസിനസ്സായി, കാശായി. അങ്ങനെയൊക്കെ എടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ചുമ വന്നു. ചുമച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ആന്റി ടാർട്ടിന്റെ ഒരു 4 ഡിജിറ്റ് കൊടുക്കാവുന്നതിൽ കുറുങ്ങലും കഫവും ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ ഇങ്ങനെ ലങ്ങിലും ത്രോട്ടിലും ഒക്കെ നിറഞ്ഞു. അപ്പൊ നമ്മൾ ഓർക്കും ഇതിപ്പോ ഇങ്ങനെ തുപ്പിക്കളയും. പോയി തുപ്പെന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഇപ്പൊ കൺസൾട്ടിംഗ് റൂമിലാണെങ്കിൽ നിങ്ങൾ പുറത്തുപോയി തുപ്പിട്ട് വരാൻ നമ്മൾ പറഞ്ഞു പോകും. അതുപോലെ ഇങ്ങനെ കഫം തിളച്ച് കേറി വരുക. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു 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 പിന്നെ അതിനൊരു കടാവറ സ്മെല്ലും ഉണ്ടോ വായിൽ. ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ ഡോക്ടർമാരാണെങ്കിലും പറയത്തില്ലേ, അത് അത്രയും ഇപ്പൊ ഛർദി വിജയിച്ചുള്ള ഒരു അവസരം എന്തായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ക്രോണിക് ബ്രോങ്കൈറ്റൈസിസിൽ എന്നാണ് ഡയഗ്നോസ് ചെയ്തത് പൾമോണോളജിസ്റ്റ്. ഈസ് അബൌട്ട് 68. ഇപ്പൊ നല്ല സുന്ദരിമാരായ 2 മക്കളുണ്ട്, വൈഫും മിടുക്കിയാണ്, മോൻ ഉണ്ട്. മോൻ ഇവരെല്ലാരും കൂടെ കച്ചവടം ബിസിനസ് ചെയ്യുക പുറത്തുനിന്ന് വരുത്തിട്ടേ. അപ്പം അദ്ദേഹത്തിന് അവിടെ പോയിരുന്ന് ചുമയ്ക്കുമ്പം മനുഷ്യ നിങ്ങൾ പോയി ഒന്ന് തുപ്പിയേച്ചുവാന്ന് പറയും. പക്ഷെ ഇയാളിത് മിഴുങ്ങിക്കളയും. കാര്യം അദ്ദേഹത്തിന് തുപ്പാൻ പറ്റത്തില്ല. എക്സ്പെക്ടറേറ്റ് ചെയ്ത് തുപ്പാനുള്ള എഫിക്കസി ത്രോട്ടിൽ നിന്ന് പോയി. ഒരു നെർവസ് പാരാലിസിസ് വന്നു. ഭയങ്കര റാഡ്ലി, ക്രോപ്പി, ഒഫൻസീവ് കഫ. വീട്ടിലിരുന്ന് എല്ലാരും കൂടെ ഫുഡ് കഴിക്കാനിരുന്ന് അവർ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് തീന്മേശയിലിരുന്ന് ചുമച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ ഊണ് നിർത്തിയിട്ട് വല്ലാതെ മുഖം വെച്ചിട്ട് ഇയാളോട് ഇറങ്ങിപ്പോയി തുപ്പാൻ പറ്റും. പക്ഷെ അയാളത് മിഴുങ്ങിക്കളയും. അപ്പോഴും വൈഫ് ഭയങ്കരമായിട്ട് എന്തൊരു മനുഷ്യനെ, എന്തൊരു വൃത്തികെട്ട ആളാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് തോമസ് ചേട്ടാന്ന് ചോദിച്ചപ്പോഴേ കരഞ്ഞു പറഞ്ഞു, ഡോക്ടറെ ഞാനിപ്പം വീട്ടുകാർക്കെല്ലാം എന്നെ ഇഷ്ടമില്ല, ഞാൻ വേസ്റ്റായി, കറുകപ്പുല്ലായി, ഞാൻ ഉണ്ടാക്കിയ ഡോക്ടർക്ക് അറിയത്തില്ല, എല്ലാം ഭയങ്കര സങ്കടമായി. ഇപ്പൊ ഇതാണൊരു കോസ് എന്ന് പറയുന്നില്ല. അത്രയും നിരാശനായിട്ട് ചുമയ്ക്ക് മരുന്നിന് വന്നത്. ഞാനത് ആലോചിച്ച് അദ്ദേഹത്തിന്റെ വൈഫിനോട് ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ പറയുക. അവര് പറഞ്ഞു, ഒന്ന് ചുമച്ച് തുപ്പണ്ടേ ഡോക്ടറെ, അത് മുഴുവൻ അത് നമ്മുടെ മുറിയിരുന്ന് നമ്മൾ ഛർദ്ദിക്കാൻ വരത്തില്ലേ, അറപ്പ് തോന്നത്തില്ലേ, ആ രീതിയിലാണ് ഈ മനുഷ്യൻ അത് മുഴുവൻ വിഴുങ്ങിക്കളയുക. കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും പറയാവോ അതിനുള്ള ഒരു മരുന്ന്? എക്സ്പെക്ടേഷൻ ഡിഫിക്കൽട്ട്, ദ പേഷ്യന്റ് മസ്റ്റ് സോളോ ഇറ്റ്. എന്നെ കേൾക്കുന്നവര്, ഞാൻ കൊടുത്ത പെലാൻഡ്രിനമാണ്. പെലാൻഡ്രിയം കൊടുത്തു. ഒരു 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ക്യൂറായി. അവരിപ്പോ നല്ലപോലെ സന്തോഷമായിട്ട് ഇരിക്കുന്നു. അതുപോലെയാണ് ഈ കൊണിയമ്മാക്കിന്റെ വെർട്ടിഗോ. ദെൻ കൊണിയമ്മാക്കിന്റെ എക്സ്ട്രിമിറ്റീസ്, ഡെലൂഷൻസ് നമ്മൾ പറഞ്ഞല്ലോ. ഡെലൂഷൻസ് ഇവരുടെ സൗന്ദര്യത്തിലും ഇവരുടെ സ്ഥാനത്തിലും ഇവരുടെ ഹസ്ബൻഡിന്റെ നഷ്ടത്തില്, വൈഫിന്റെ നഷ്ടത്തില് ഇദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ, ആക്രമിക്കാൻ, വസ്തുക്കൾ പിടിച്ചെടുക്കാൻ, അവിഹിതമായിട്ട് ഇവരോട് കൂടിയിട്ട് ഈ സ്വത്തുക്കളെല്ലാം ആവശ്യത്തിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ശത്രുക്കൾ, മിത്രങ്ങൾ തന്നെ ശത്രുക്കളായിട്ട് അവരുടെ മതിൽ ചാടി. കാര്യം ഇവര്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കൊണിയമ്മാക്കിന്റെ എല്ലാവരും അവർക്ക് സംശയമാണ്. ഈ ഡെലൂഷൻസ് കാരണം അവർക്ക് സംശയം. അപ്പൊ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ കഴിയുന്ന പുറത്ത് നിർത്തി വർത്തമാനം പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ട് സാധനം മേടിച്ചിട്ട് കൂട്ടിവിടും. അപ്പൊ മതിൽ ചാടി അകത്ത് കയറി
ഒരു സൈബർ ഡെലൂഷൻ എന്നാ പറയും. ഈസ് പെർസ്യൂഡഡ് ബൈ എനിമീസ്. കൊണിയൻ ഫീൽ ദാറ്റ് ഹി നീഡ്സ് ടു ബി guarded all home and constant watching when people approach. Shyness at approach of people and dread of being alone. Fear to be take phone calls. Phone call പോലും രാത്രി വന്നു കഴിഞ്ഞാൽ അവർക്ക് പേടിയായി, ഇങ്ങനെയുള്ള എന്തെങ്കിലും അവിഹിതമായിരിക്കും, അവർ ട്രാപ്പ് ചെയ്യാനായിരിക്കും. Take a toll on such a persons. അവരെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ ഒക്കെ ഏതെങ്കിലും വിധത്തിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഒരു സെക്സ്വൽ ലിങ്ക്ഡ് ആണെങ്കിൽ അവർ ആ പേഷ്യന്റിനെ എപ്പോഴും അതിന്റെ പുറത്തിലൊരു ടോൾ ഉണ്ടാകുമെന്നാ പറയണത്. ശ്രദ്ധിച്ച് അവരുമായിട്ട് സെൽഫ് ഫ്രം പ്രൊട്ടക്ഷൻ ഓൾ ലെവൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ലെവൽ അവർ കീപ്പപ്പ് ചെയ്യും. പിന്നെന്താ, പോസിറ്റീവ് സൂപ്പർസ്റ്റിഷൻ, ഭയങ്കര അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവർ ദ്രോഹിച്ചിട്ടുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാൻ, ബിസിനസ് കൂടാനൊക്കെ ഏറ്റവും കൂടുതൽ ഹോമവും പൂജകളും അല്ലെങ്കിൽ മന്ത്രവാദവും ഒക്കെ ചെയ്യുന്നത് ഈ കൊണിയൻ ഗ്രൂപ്പ് ആളുകളാണെന്ന്. പോസിറ്റീവ് സൂപ്പർവിഷൻ. സോ എനി മെന്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഇറിറ്റേഷൻ ബിക്കം enemies and do pujas and homams for disturbance of enemies. എനിമീസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിലൊക്കെ ശത്രു സംഹാര പൂജയും വീട്ടിൽ ഹോമവും കോഴിത്തലയിലോ അങ്ങനെ അല്ലെങ്കിൽ പട്ടിത്തലയിലോ പൂച്ചത്തലയിലോ ഒക്കെ ഹോമം ചെയ്ത് കുഴിച്ചിടാനോ ഒക്കെ ഉള്ള ഭയങ്കര വാസന കൊണിയൻ ഗ്രൂപ്പിനാണ് ഉണ്ടാകുന്നത്. അത് തന്നെ നൈട്രിക്കത്തിന് സ്ട്രമോണിയൻ, റെസ്റ്റോക്സ്, മാൻസിനല്ല, ഈ 4 മെസ്സിനും അതിന്റെ വേറൊരു തലത്തിലുള്ള ഡിസയർ ഉണ്ട്. ഡെലിവേഷൻസ് ആസ് എ സമ്മീസ് ഈസ് എൻ്റർ ഹ്യൂമൻ നൈറ്റ്, ഡിസിഷൻ, ആക്ടിവിറ്റി, കറേജ്, ഇൻക്ലിനേഷൻ, പ്ലാനിങ് ആൻഡ് സെക്ഷൽ ആക്ടിവിറ്റി. അപ്പം ഇവരെ ആ സെക്ഷലി പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സെപ്റ്റ് ചെയ്യാനോ ടോർച്ചർ ചെയ്യാനോ ഉള്ള ഒരു ശ്രമമാണ് ഇയാൾ ചാടിക്കേറി വരുന്നവർക്കെന്നാണ് ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഡെലൂഷൻസ്. നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഒത്തിരി കോൺട്രവേഴ്സീസ്, കോൺട്രഡിക്ടറി ഫാക്ടേഴ്സ് ഉണ്ട് ഇവർക്ക്. ഒന്ന്, കണ്ടിന്യൂസ് വിത്ത് സിലബസ്. അവർക്ക് സന്യാസത്തിന് ഇഷ്ടമില്ല, സെക്ഷലായിട്ട് അവരുടെ സെക്ഷൽ ക്രേവിങ്സ് തന്നെ വേറെ ഒരു അബ്നോർമൽ സെക്ഷൽ ആക്ടിവിറ്റീസ്, ഇലീഗൽ സെക്ഷൽ ആക്ടിവിറ്റീസ് അവർക്ക് താല്പര്യമില്ല. അവർക്ക് സെക്ഷൽ ആക്ടിവിറ്റീസ് വിത്ത് പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ കല്യാണം കഴിച്ചിട്ട് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് കൊണിയൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് സന്യാസം ഇഷ്ടമല്ല. അങ്ങനെ ജീവിക്കാൻ, ഒരു ആധികാരികമായിട്ടുള്ള ഒരു പാർട്ണർ ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ സന്യസിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. എങ്കിലും അവർക്ക് ഒത്തിരി ഡിസയറും ഉണ്ട്, എക്സസീവ് സെക്ഷൽ ഡിസയർ ഉള്ളത്. അതുകൊണ്ട് അത് ലോക്കലൈസ് ചെയ്യും. ഇവിടെ ഫൈബ്രോയിഡ് ആയിട്ട് ലോക്കലൈസും, ബ്രസ്റ്റ് പെയിൻ ആയിട്ട് ലോക്കലൈസും, ബ്രസ്റ്റ് ട്യൂമറായിട്ട് ലോക്കലൈസ് ചെയ്യും, ബ്രെയിൻ ട്യൂമറായിട്ട് വരാം, ഇമോഷണലി. പണ്ട് എനിക്കൊരു 10 കൊല്ലം മുമ്പാ ഈ ഒരു ബേസുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ള ചരിത്രമുള്ള ഒരാൾക്ക് പിന്നെ പിറ്റ്യൂട്ടറി അഡിനോമ വന്നിട്ട് കൊണിയം കൊടുത്തപ്പോൾ നല്ല പോലെ പോയി അബ്സോർവ് ചെയ്തു. ഒരു 6-7 മാസം കൊണ്ട് അബ്സോർവ് ചെയ്തു. ഹൈപ്പോകോൺട്രിയാസിസ്, ഹിസ്റ്റീരിയ ഡ്യൂ ടു ബാഡ് എഫക്ട് ഫ്രം സപ്രസ്ഡ് ഡിസയർ ഓർ എക്സസീവ് ഇൻ്റലിജൻസ്. അതുപോലെ തന്നെ ഈ സാഹചര്യമുള്ള ഏറ്റവും കൂടുതലുള്ള ആളുകളിൽ ആർക്കാണ്? ഈ പ്രീസ്റ്റുകളില് അല്ലെങ്കിൽ നൻസില് ഒക്കെ അതിനുള്ള സാഹചര്യം ഉണ്ട്. കുമ്പസാരം വലിയൊരു കൊണിയം പതോളജി ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പൊ ഡോക്ടേഴ്സില് മെയിലിലും ഫീമെയിലും ഇത് ഉണ്ടാക്കാൻ ഒത്തിരി സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രയർ കൊണ്ടും നന്മയുള്ള ചിന്തകളും ഒക്കെ കൊണ്ടുകൊണ്ട് ഒരു പവർ നമ്മുടെ തോട്ട്സും ഫൈൻഡിങ്സിൽ നിന്നുമൊക്കെ മനസ്സിനെ ഒത്തിരി അകറ്റി നിർത്താൻ ഡോക്ടർമാർ ഒത്തിരി ശ്രമിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ കർമ്മദോഷം എന്ന് പറയുന്ന ഒരു കാര്യങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഡോക്ടർമാർക്കും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനകത്തുനിന്ന് അഡിക്റ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ തോട്ട്സ് വി കനോട്ട് കൺട്രോൾ. അപ്പം അതിന് ആധ്യാത്മിക വശത്തിലൂടെ പ്രയറും ഡെഡിക്കേഷനും വർക്ക് ഈസ് വർഷിപ്പ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു കൊണിയം പതോളജി ഉണ്ടാകാതെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത്
മെയിലും ഫീമെയിലും ഡോക്ടേഴ്സിനും അത്യാവശ്യം ഒരു കാര്യമാണ്. ഇൻ മൈ 45-50 years experience. Malignant indurated cancer due to combination of physiological, psychological suppression due to absence of partner or any reasons. അപ്പൊ ആബ്സൻസ് ഓഫ് പാർട്ണർ ഒരു സാഹചര്യത്തിൽ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്രഷൻസ്, emotional suppressions, any type of emotional suppression can cause corneal pathology. Suppression of sudden natural expressions, extreme weakness of the mind after any emotional, mental or physical exaltation after leading to paralysis. അപ്പം ഇമോഷണൽ സപ്രഷൻ ഉണ്ടാകുന്ന അസുഖങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള പഴയ അവസ്ഥ പുനഃസ്ഥാപിച്ചിട്ട് ഒരു ഇമോഷണൽ എന്റർടൈൻമെന്റിന് വിധേയമാകാൻ പറ്റാത്തവരിൽ ഏത് വിധത്തിലുള്ള എക്സൈറ്റ്മെന്റും വീണ്ടും വീണ്ടും പതോളജി ഡെവലപ്പ് ചെയ്യുക. കോണിയത്തിന്റെ സബ്ജക്റ്റില് വളരെയേറെ ശ്രദ്ധ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എക്സൈറ്റ്മെന്റ് കൊണ്ട്, സപ്രഷൻ ഓഫ് എക്സൈറ്റ്മെന്റ് കൊണ്ടുണ്ടാകുന്ന പതോളജിയിൽ വീണ്ടും ആരോഗ്യകരമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അത് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ എസ്കേപ്പ് ചെയ്യും സമൂഹത്തിൽ നിന്ന്. അതുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കും. എങ്കിൽ അവർക്ക് സന്യാസം ഇഷ്ടമല്ല. പ്രയർ ഇഷ്ടമാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ പ്രയറിൽ അവർ പോകത്തില്ല. കാര്യം അവർക്ക് ആ ഒരു അത്രേ ഒരു ലൈഫിനോട് വലിയ താല്പര്യമില്ല. വളരെയേറെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം ഈ പ്രീസ്റ്റിലൊക്കെ ഉള്ള ഇപ്പോഴത്തെ പണ്ടത്തെ പ്രീസ്റ്റുമാരൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴത്തെ അവരുടെ ഒരു എന്റർടൈൻമെന്റ് അങ്ങനെയല്ലല്ലോ. അവരുടെ ഒരു യൂണിഫോം തന്നെ പണ്ട് ഒരു സിഗ്നലായിരുന്നു, ബി സെപ്പറേറ്റ്, ബി കീപ് ഡിസ്റ്റൻസ്. ഇപ്പൊ എല്ലായിടത്തും നമുക്ക് ആ ലോഹയെ ഇട്ട് വരുമ്പോഴുള്ള റെസ്പെക്റ്റും ഒരു സെപ്പറേഷനും ഒരു എക്സ്ട്രാ ഓർഡിനറി സീറ്റിങ്സും ഒക്കെ അവർക്ക് കിട്ടുന്നു. പക്ഷെ ഇപ്പൊ അവരെല്ലാം അത് കളഞ്ഞിട്ട് നമ്മളെ പോലെ ലോക്കലായിട്ട് ഇടും. അപ്പൊ ഈവൻ ദോ അവരുടെ മനസ്സിൽ അത് ഉണ്ടെങ്കിൽ പോലും അവർ സന്യാസം ഇഷ്ടപ്പെടുന്നില്ല ആക്ച്വലി. അവിടെയാണ് കൊണിയത്തിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് അവരിലുണ്ടാകുന്നതിൽ നമുക്ക് കൊണിയം ചിന്തിക്കാവുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ ക്യാൻസറിൽ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നത് ബ്ലാഡർ ക്യാൻസറിൽ ബ്ലാഡർ എടുത്ത് കളഞ്ഞ് പ്ലാസ്റ്റിക് ബ്ലാഡർ വെച്ചതാണ് അമൃതയെന്ന്. അത് കഴിഞ്ഞിട്ട് മെറ്റുണ്ടായത്. അപ്പൊ മെറ്റ് ഏറ്റവും പെരിട്ടോണിയൽ മെറ്റും ലിംഫാറ്റിക് ഒരു 5 ടൈപ്പ് ഓഫ് പെരിട്ടോണിയൽ റീജിയനിലുള്ള ലിംഫഡിനൈറ്റിസ് ഉണ്ടായി. CA ഒക്കെ 3000-4000 മുകളിലായി. അസൈറ്റിസ് ഉണ്ടായി. ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് ഞാൻ റിട്ടയർഡ് പ്രീസിഡന്റ് എടുത്തിട്ട് ട്രീറ്റ്മെന്റ് വന്നാൽ ഞാനൊരു 16-17 മാസം പിന്നെ ടാപ്പ് ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് അസൈറ്റിസ് കൺട്രോൾ ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു സിവിയർ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ വന്നു, ഫ്ലൂറസി വന്നു. ഈ അസൈറ്റിസ് ലങ്ങി കയറി കാരിത്താസി വെച്ച് മരിച്ചു. പക്ഷെ അത് 14-15 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് കൊടുത്ത കൊണിയം. അപ്പൊ കൊണിയം വിവിധ നിലകളിൽ നമ്മൾ ഈ നല്ല കേസ് ടേക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ദെൻ കൊണിയത്തിന്റെ എക്സ്ട്രിമിറ്റീസ്, ലോക്കോമോട്ടോർ അറ്റാക്സിയ വിത്ത് പാരാലിസിസ് ബിലോ അപ്പവേഴ്സ്, ഗ്രാജുവലി ഡെവലപ്പിംഗ്. ഫസ്റ്റ് നംനെസ്, പിന്നെ ഹെവിനെസ്, പിന്നെ വീക്ക്നെസ്, പിന്നെ ട്രംബ്ലിംഗ്, പിന്നെ സ്റ്റിഫ്നെസ്, പിന്നെ റിജിഡിറ്റി, അൺസ്റ്റഡിനെസ്. അതാണ് അതിന്റെ കൊണിയത്തിന്റെ ഒരു ഡെവലപ്മെന്റ്. നംനെസ്, ഹെവിനെസ്, വീക്ക്നെസ്, ട്രംബ്ലിംഗ്, സ്റ്റിഫ്നെസ്, റിജിഡിറ്റി, അൺസ്റ്റഡിനെസ്, പാരാലിസിസ്. എത്ര രസകരമായിട്ടുള്ള വർണ്ണനയാണ് കൊണിയത്തിനകത്ത് നാഷ് പറഞ്ഞിരിക്കുന്നത്. മരവല്, ഹെവിനെസ്, ക്ഷീണം, വിറവല്, സ്റ്റിഫ്നെസ്, റിജിഡിറ്റി, അൺസ്റ്റഡിനെസ്, പാരാലിസിസ്.
ദെൻ കോണിയത്തിന്റെ ഏറ്റവും വേറെ സ്കോപ്പ് ഉള്ളതാണ് ഗ്ലാൻസ്. ഗ്ലാൻസ് സ്റ്റോണി ഹാർഡ്നെസ് ഓഫ് സെറസ് ടൈപ്പ്, ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള, വളരെ സ്പ്രെഡ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഗ്ലാൻഡ് ആണ്, ആ ഗ്ലാൻഡിൽ മാത്രം സെറസ് ലോക്കലൈസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ക്യാവിറ്റിയിലുള്ള ക്യാൻസറസ് കണ്ടീഷൻസ് ആണ് സാധാരണയിൽ. അതിന് സ്റ്റോണി ഹാർഡ്നെസ് വരും, ചെറിയ ടെൻഡർനെസ് വരും, എപ്പാർസൽ പോലെ സെൻസിറ്റീവ് ടു കോൾഡ് ആണ്. ഹെറിഡിറ്ററി CAക്ക് ഒത്തിരി സാധ്യതയുണ്ട്. മമ്മയും ടെസ്റ്റിക്കിളിലും പ്രോസ്റ്റേറ്റിലും ഹെറിഡിറ്ററി ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് ഡ്രഗ് ഈസ് കോണി. മമ്മയിലും ടെസ്റ്റിക്കിളിലും പ്രോസ്റ്റേറ്റിലും, ഈവൺ ഓവറിയും നമുക്ക് നിഷേധിക്കണ്ട. പിന്നെ ഈ ഓർഗനിൽ എവിടെയെങ്കിലും ഒരു ബ്രൂസിനെസ് ആൻഡ് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുള്ള കഥയുണ്ടെങ്കിൽ, ആ ഇഞ്ചുറിക്കൊരു എംബ്രേസ്മെന്റിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ, അതും കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കോണിയം ഇസ് ദി ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ്. സോർ, ഹാർഡ്, പെയിൻഫുൾ ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്. പിന്നെ പ്രോസ്റ്റേറ്റിലാണെങ്കിൽ ഇന്റർമിറ്റന്റ് യൂറിനേഷൻ, ഇന്ററപ്റ്റഡ് യൂറിനേഷനിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് കോണിയാണ്. വേറൊരു പ്രത്യേകത, ഇവർ ലൈവായിട്ടിരിക്കുമ്പോൾ ഇവർക്ക് ആൽക്കഹോള് ഡ്രിങ്ക്സ് ഭയങ്കരമായിട്ട് ഇവർക്ക് റിലാക്സേഷൻ കിട്ടും. CI പോലും ഒരു പെക്കടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ചെസ്റ്റ് പെയിനോ CA ബാധിച്ചിട്ടുള്ള ഓർഗന്റെ പെയിനോ കുറയും. പക്ഷെ പതോളജിയില് ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ചെയ്യും സ്റ്റിമുലൻസ്. അതും ഒരു കോൺട്രവേഴ്സി സിംറ്റമാണ്. ശരിക്കും ചില്ലി മെഡിസിൻ ആണ്. വാം ഡ്രിങ്ക്സ് പ്രിഫർ ചെയ്യും, വാം അറ്റ്മോസ്ഫിയർ ഇഷ്ടമാണ്, ടേസ്റ്റ് ഫോർ വാം വാട്ടർ, പുതച്ച് കിടക്കും, ഫാനിനോട് വലിയ താല്പര്യമില്ല. Rheumatism, stabbing pain with lifting their affected limb by hands. രണ്ട് മെഡിസിനാണ് നമുക്ക് മെറ്റീരിയ മെഡിക്കയില്. വേദന വരുമ്പോ നമ്മള് കാലിന് വേദന വന്ന് കൈ കൊണ്ട് പൊക്കി ഇങ്ങനെ കസേരപ്പുറത്ത് വെക്കാം, രണ്ട് കൈ കൊണ്ട് പൊക്കി, അല്ലെങ്കിൽ പൊക്കി പിടിച്ചോണ്ടിരിക്കും. ഇരിക്കുമ്പോ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുവാണെങ്കിൽ അങ്ങനെ പൊക്കി വന്ന് രണ്ട് കൈ കൊണ്ട് പിടിച്ചു വെക്കാം. ഒന്ന് കൊണിയമ്മാക്കും, രണ്ടാമത്തത് യുപ്പിയോണോ. കൊണിയം മെറ്റീരിയലിസ്റ്റിക്, അതിന്റെ തൂജ പോലെ ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റിക്. അവിടെ ഒരു കോൺട്രവേഴ്സി എന്താ, മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ പോലും തന്റെ ദയനീയാവസ്ഥയിൽ ഈ അലൂസിനേഷൻ കൂടുമ്പോൾ ഒരു ഹോമാധികാര്യങ്ങൾക്കും കൂടോത്രത്തിനും ഒക്കെ ഒരുങ്ങി പുറപ്പെടും. ക്ലോസ് മൗത്ത് പേഴ്സൺ ആയിരിക്കും, ഇൻഡിഫറൻറ്റ്, ഇമോഷണലി ഹാർഡ്, ഡിപ്രസ്, സെൻസിറ്റീവ് due to brain fog, introverted, instability, imbecility, company aversion, heterosexuality, attracted to opposite sex. ധോണി സെക്സ് ഇഷ്ടമല്ല, ഹെട്രോസെക്സ് തന്നെയാണ് അവർക്ക് ഇഷ്ടം. അതിനുള്ള സാഹചര്യം ആരോഗ്യകരമായിട്ട് വരുവാണെങ്കിൽ മാത്രമേ അവരത് എന്റർടൈൻ ചെയ്യത്തുള്ളൂ. പക്ഷെ അവർ ഹൈലി ഡിസയറസ് ആണ്. ആ ഡിസയർ കോസ് റെസ്റ്റ്ലെസ്നെസ്, കോൺട്രഡിക്ഷൻ, അവേർഷൻ, ആങ്കർനെസ്. ഓൾ ദീസ് മെന്റൽ ഔട്ട്ബേർഡ് സിംറ്റംസ് വിൽ പ്രൊഡ്യൂസ് ബൈ ദി സപ്രഷൻ. നാഷണൽ കോണിയത്തിനെ പറ്റി വേറൊരു പറഞ്ഞിട്ട്, നേരത്തെ പറഞ്ഞ പോലെ numbness, heaviness, weakness, trembling, stiffness, rigidity, unsteadiness. അതുകൊണ്ട് സഡൻ ലോസ് ഓഫ് സ്ട്രെങ്ത് വൈൽ വാക്ക് നടന്നിട്ട് അങ്ങനെ ആയിരിക്കും അതിന്റെ ഡെവലപ്മെന്റ്സ്. വീക്ക്നെസ് വിത്ത് അൺസ്റ്റഡിനെസ്, പെയിൻഫുൾ സ്റ്റിഫ്നെസ് വിത്ത് റിജിഡിറ്റി, കൺസ്ട്രിക്റ്റഡ്, നംനെസ്, സ്ലഗിഷ്നെസ്, hypertrophy of tumor of glands, scrophulus, cancerous,
with tubercular diathesis, day and night aggravation set day and night. കണ്ണടച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അതാണ് കൊണിയമ്മാക്കിന്റെ സ്വെറ്റ്. കൊണിയത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. നമ്മൾ പറഞ്ഞു ഇമോഷണൽ സപ്രഷൻ ലീഡിങ്സ് ടു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഓഫ് പാരാലിസിസ്, ബ്രെയിൻ ഫാറ്റ്, വീക്ക്നെസ്, ഡെത്ത് ബൈ റെസ്പിറേറ്ററി ഫെയിലുവർ. എന്നുവെച്ചാൽ താഴെ തൊട്ട് മേലോട്ട് വന്ന് പാരലൈസ്ഡ് കണ്ടീഷനായിട്ട് റെസ്പിറേറ്ററി ഫെയിലുവർ ആയിട്ടാണ് കൊണിയത്തിന്റെ അതിനുള്ളിൽ മാനസിക സമ്മർദ്ദത്തിന് വഴങ്ങി സൂയിസൈഡ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ വരും. ഈ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടർ കാര്യഗൗരവത്തോടുകൂടി ചികിത്സിച്ചാൽ അവർ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് കൊണിയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് ഓക്കെ സാർ, അതിന്റെ ഒരു 10 മിനിറ്റ് ഡിസ്കഷൻ. ഓക്കെ, ഓക്കെ. നമ്മുടെ ഈ അവതരണം ഇഷ്ടപ്പെട്ടോ? ഇന്ന് പൊതുവെ ആള് കുറവാണല്ലോ, എന്ത് പറ്റി? കൊണിയത്തിന്റെ സെക്കൻഡ് സ്റ്റേ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും. ഏതായാലും കുറച്ചുകൂടെ നേരത്തെ ഇതിനൊരു സമയമൊക്കെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. കാര്യം ചെയ്യണവർക്കും കേൾക്കണവർക്കും ഒക്കെ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടാകാനും ഒക്കെ. ഓക്കെ, ഉള്ളവരിൽ നല്ലവരായിട്ടുള്ള കൊണിയം മനസ്സിലായിട്ടുള്ള കൊണിയം ഇഷ്ടപ്പെട്ടുള്ളവർക്ക് സംശയമോ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അനുഭവമൊക്കെ പറയാം. ധനേഷ് ഡോക്ടർക്കായി പറഞ്ഞിട്ടുണ്ടല്ലോ, പറയൂ ധനേഷ് ഡോക്ടറെ. ധനേഷ് ഡോക്ടർ കൈ അടിക്കുകയാണ്, കൈ പൊക്കിയിരിക്കുന്നത്. ഗംഭീരമായിരുന്നു എന്ന് പറയാനാണ്. കാരണം ഇത് ഈ മലയാളത്തിൽ ഈ കൊണിയത്തിനെ കുറിച്ച് ഇതുപോലൊരു പ്രഭാഷണം വേറെ ആരും നടത്തിയിട്ടുണ്ടാവില്ല. കാരണം ഇംഗ്ലീഷിലൊക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും പല ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു മണിക്കൂറൊക്കെ ആയിട്ട്. പക്ഷെ സാറ് ഈ കുറേ കഥകളും അനുഭവങ്ങളും ഒക്കെയാണ് ആ കൊണിയം ഇതിൻ്റെ കഥകളുമായിട്ട് വന്നത്. തികച്ചും നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു പ്രസന്റേഷൻ തന്നെയായിരുന്നു. എന്തായാലും സാറ് പറഞ്ഞതിൽ കൂടുതൽ ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല. അതുപോലെ ഇത് ഹീലിംഗ് ക്യാൻസർ എന്ന് പറയുന്ന ഫറൂഖ് മാസ്റ്ററുടെ പുസ്തകത്തിലുള്ള ഡെപ്തിലുള്ള ഒരു വർണ്ണനയാണ്. അതിന്റെ ഒരു സാക്ഷാത്കാരം വേറെ 2-3-4 അതോറിറ്റിയുടെ കൂടെ നമ്മൾ ചേർത്തിട്ട് നമ്മുടെ പേഴ്സണൽ ബുക്കിൽ എഴുതിയിട്ട് അതിനെ സ്റ്റഡി ചെയ്ത് ട്രീറ്റ് ചെയ്ത കുറെ അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ, കുറെ 10-45-50 വർഷമായില്ലേ. അപ്പോഴ് പല കേസുകളിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ട് ഫെയിലുവർ ആയി പോയതിനെ പറ്റിയുള്ള ദുഃഖവും, പിന്നെ ചെയ്തപ്പം കൊണിയത്തിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസും കറേജും. അതെ, അത് ഭയങ്കരമാണ്. ഈ നമ്മുടെ അനുഭവങ്ങളിലൂടെ കിട്ടുന്ന അനുഭവം ഭയങ്കര. നമ്മുടെ മെറ്റീരിയൽ മെഡിക്കൽ അലൻ സ്കീനോട്ടാണെങ്കിലും അവരൊക്കെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ്. അപ്പോൾ സാറും അതുപോലുള്ള അനുഭവങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഇത് എഴുതിയാൽ അത് ഭയങ്കര ഗുണകരമായിരിക്കും. നമ്മൾ സാറിപ്പോൾ വേദിയിൽ മിക്കവാറും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന അതെല്ലാം കൂടി ചേർത്ത് ഒരു ചെറിയൊരു പുസ്തകമായിട്ട് തന്നെ ഇറക്കിയാൽ അത് ഭാവി തലമുറയ്ക്ക് വളരെ നല്ലൊരു ഹാൻഡ് മാറും. നോക്കാം ഡോക്ടർ, ഈശ്വരന്റെ ആയുസ് തന്നാല് നമുക്ക് ചെയ്യാം. ഓക്കെ സാറേ, ഒരു രശ്മി സിബു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. രശ്മി പറയൂ. രശ്മി പറ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഡോക്ടർ രശ്മി. രശ്മി അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ സാറേ, നമസ്കാരം. നമസ്തേ രശ്മി. സാറേ, ഒരു ഫീഡ്ബാക്കും ഒരു സംശയമാണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഫീഡ്ബാക്ക് പറയാം. എനിക്കൊരു OA കേസ് ഉണ്ടായിരുന്നു. ഒരു 5-8 മാസമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ മുട്ടുമടക്കി വെക്കുമ്പോൾ സ്റ്റിഫ്നെസ്സും, ഇപ്പൊ ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു സിംറ്റംസ്. ഒരു 5-8 മാസമായിട്ട് ഞാൻ പല മെഡിസിൻസും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സാറോട് ചോദിച്ചപ്പോ സാറ് ബഫോറാന 10 2 ഡോസാണ് തന്നത്. എന്തായാലും മെഡിസിൻ കൊടുത്ത് പിറ്റേ ദിവസം വേദന മാറി. പേഷ്യന്റ് ഇപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റേ ഇല്ല. അതെ, പേഷ്യന്റിനും എനിക്കും ഒരുപോലെ തന്നെ. നമുക്ക് അത്ര സഡൻ ആയിട്ടൊരു ആക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും. അതെ,
അതെ അതെ അതിന്റെ പിന്നെ ബിഫോറാനയുടെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് എഴുന്നേക്കുമ്പോ രണ്ട് കൈയും കുത്തി മുക്കി പിടിച്ച് എഴുന്നേക്കുള്ളൂ. അതിന്റെ 4th സ്റ്റേജ് 4 മാർക്സ് നമുക്ക് കൊടുക്കാവുന്ന ഒരു സിംറ്റം. ക്യാൻ ഓൺലി വേക്കിംഗ് വിത്ത് ഹെൽപ്പ് ഓഫ് ഹാൻഡ്. അതാണ് ബിഫോറാന. അവിടെ സാറ് സ്റ്റിഫ്നെസ്സും ഉണ്ട്, പെയിനും ഉണ്ട്. അതില് എനിക്കൊരു അതിശയം തോന്നിയത് പേഷ്യന്റിന് ഈ സിംറ്റം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സാറിനോട് പറഞ്ഞപ്പോ ഈ സിംറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാറിന്റെ ഒരു 6th സെൻസ് കൊണ്ടാണോ സാറ് ബിഫോറാന ഇത് പറയാണ്ട് തന്നെ സാറ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. പക്ഷെ എന്തായാലും മാറി. ഈ രണ്ടാമത്തെ ഒരു സെൻസ് സംശയമുള്ളത്, പറഞ്ഞു. കോണിയം മൈക്കിള് നമ്മൾ കീനോട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ UG-ലൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ കേട്ടുള്ള സിംറ്റം ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരുന്ന ഒരു ക്യാൻസർ എന്നുള്ളൊരു കണ്ടീഷനിൽ ഇപ്പൊ നെഞ്ചിടിച്ച് വീണിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, എനിക്ക് നേടിയ അറിവ് ശരിയാവണമെന്നല്ല, ശരിയാണെന്ന് അറിയില്ല, എന്റെ ഒരു സംശയമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ സാറ് എന്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ ഈ കൊണിയം തുടങ്ങിയ പഴയ ക്ലാസ്സിൽ പറഞ്ഞു. കൊണിയത്തിന് ഇത് മലയാളത്തിൽ പറഞ്ഞാല് ഒരു സെക്ഷൽ ക്ഷമയോടുകൂടി. കാര്യം ഈ ചിത്രശലഭത്തിന് പിടിക്കാൻ നമ്മള് വലിയ അഡൽട്ട് ചെല്ലുമ്പോഴ് നമ്മളെ പോലുള്ളവർ ചെല്ലുമ്പോൾ ചിത്രശലഭം ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകും. കാര്യം ചിത്രശലഭത്തിന് അറിയാം അത് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ലാളിത്യം ഒരു അഡലസൻസിൽ നിന്ന് കിട്ടത്തില്ലെന്നറിയാം. ഒരു കൊച്ചു കുഞ്ഞാണ് കൈനീട്ടി ചെല്ലുമ്പം ചിത്രശലഭം അടുത്തടുത്ത് എന്ന് പറയാം. അതൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു അഡൽസൻ, ഒരു അപ്പൂപ്പന്റെ ആലിംഗനം ഒരു കൊച്ചുകുട്ടിയില് ഒരു അങ്കിള് വിളിക്കുന്നവര് അല്ലെങ്കിൽ ആന്റി വിളിക്കുന്നവര് അവരുടെ ഒരു ആലിംഗനത്തിൽ വരുന്ന ഒരു എന്ന് വെച്ചാൽ അവരുടെ ഒരു ഇമോഷണൽ അപ്സെറ്റ്, എസ്പെഷ്യലി വിത്ത് സെക്ഷൽ തിങ്സ്, ആ ഇഞ്ചുറിയാണ് കൊണിയ. കൈ കൊണ്ട് ഇടിച്ചു കൊടുക്കുന്നതിന് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ഇഞ്ചുറി ആണെങ്കിൽ ആർണിക്കുക. അത് ആ ഇഞ്ചുറി തന്നെ ഒരു ബ്ലണ്ട് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ സ്റ്റാർട്ട് സാക്കരിയ, പിന്നെ ഒരു ഹാർഡ് ആൻഡ് ഇരുമ്പ് തണ്ട് പോലെ ആണെങ്കിൽ ബെല്ലീസ് പെർണീസ്. അതല്ല ബെസ്സി വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കൈകൊള്ളാണെങ്കിൽ പൾസാറ്റില്ല. ഇത് പിന്നെ ജോർജ് വിത്തൽ കോഴ്സിന്റെ ഒരു എക്സ്പ്ലനേഷൻ മനസ്സിലായില്ലേ? അപ്പം ആർണിക്കുക, അതാണ് അതിന്റെ കൊണിയത്തിന്റെ ഇഞ്ചുറിയുടെ ബേസ്. അതാ. ശരി, താങ്ക് യു സർ. ഇനി വേറെ വിശദീകരണം വേണ്ടല്ലോ? വേണ്ട വേണ്ട, മനസ്സിലായി. അത് ഇനിവൻ ക്യാൻസർ വരെ ആകാൻ പറ്റും ഇഞ്ചുറിക്ക് ആഫ്റ്റർ. പക്ഷെ ആ ഇഞ്ചുറിക്ക് ഇങ്ങനെ ഒരു ബേസ് വേണം. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും അത് എന്റർടൈൻ ചെയ്ത് അതിന്റെ ഒരു കോൺസിക്വൻസ് വന്ന് കുറെ ഇപ്പൊ ഒരു മദ്യപാനിയായ ഹസ്ബൻഡിന്റെ റിലേഷൻഷിപ്പിൽ ഇത് വരാം. അതിനൊരു പ്രത്യേക രീതിയിലായിരിക്കും വൈഫ്, അതിനൊരു റിലേഷൻഷിപ്പ് എന്നല്ലായിരിക്കും അവർ പറയുന്നത്. ഒരു പീഡനം എന്നൊക്കെ പറയും, ഫിസിക്കൽ പീഡനം. അത് ഏറ്റവും കൂടുതൽ ചരസൊക്കെ കഴിക്കുന്ന, ഡ്രഗ്സ് കഴിക്കുന്നവരിലൊക്കെയാണ്. അപ്പൊ ആ ഒരു സബ്ജക്റ്റില് കൊണിയത്തിന്റെ സ്കോപ്പ് കൂടുതലാണ്. ഓക്കെ രശ്മി? ശരി സാർ, താങ്ക് യു. സാറേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. കൊണിയോ അല്ല, ഫീവർ വിത്ത് ആർട്ടിക്കേറിയ നമുക്ക് ഏതൊക്കെ മെഡിസിൻ? ആർട്ടിക്കേറിയ വിത്ത് ഫീവർ, അതിനകത്ത് നമ്മൾ നോക്കണത് ആർട്ടിക്കേറിയയുടെ കൂടെ സ്വെറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഫീവറില് ഹൈ ഫീവർ ആയിരിക്കും, പേഷ്യന്റ് പുതക്കത്തില്ല, പാനിടും, ദാഹം ഉണ്ടാകത്തില്ല. എപ്പീസിന്റെ പ്രത്യേകത there is no സ്വെറ്റ് ഉണ്ടാകത്തില്ല. അപ്പൊ സ്വെറ്റ് ഇല്ലാത്ത ഫീവർ വിത്ത് ആർട്ടിക്കേറിയ ആണെങ്കിൽ എപ്പീസ്. കൊച്ചുകുട്ടിയാണെങ്കിൽ നൈറ്റ് അഗ്രവേഷൻ ആണെങ്കിൽ എപ്പീസ്. പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുമെങ്കിൽ എപ്പീസ്. തണുത്ത വെള്ളം കൊണ്ട് അഗ്രവേഷൻ ആണെങ്കിൽ ഡൾക്യാമറ. ഇത് നോക്കിയിട്ട് എപ്പീസ് കൊടുത്ത് നോക്ക്. പിന്നെ ബമ്പ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആർട്ടിക്കേറിയയിൽ തന്നെ വളരെ വളരെ ചൊറിഞ്ഞണം, നമ്മുടെ ചൊറിഞ്ഞണം തടിക്കണ പോലെ ആണെങ്കിൽ ലൊബീലിയ ഇൻഫ്ലേറ്റ 10 കൊടുത്താൽ മതി. ഒരു 3 drops 10 ഒരു 5 ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്താൽ മതി. 1 മാസത്തിനുള്ളിൽ പിന്നെ അത് ഉണ്ടാകത്തില്ല. ആസ്മ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ആസ്മ പിന്നെ വരുവാണെങ്കിൽ ആർട്ടിക്കേറിയ വരത്തില്ലല്ലോ. ആസ്മയായിട്ട് നമുക്ക് കണ്ടിട്ട് ഫോമിക്ക റൂഫ ഫോളോ ചെയ്താൽ മതി. ഒന്ന് കൊടുത്തു നോക്ക്, പിന്നെ വരത്തില്ല.
എത്ര സിട്രിസിൻ കഴിച്ചിട്ടുള്ള കേസസിലാണെങ്കിലും ഭയങ്കര റിസൾട്ട് ഉണ്ടാവും. ലൊബേലിയ 10 കൊടുക്കണം അല്ലേ? ഉണ്ടെങ്കിൽ കൊച്ചുകുട്ടിയാണെങ്കിൽ ഒരു ഡോസേ കൊടുക്കാം. ഈ ബമ്പ് ഫോർമേഷൻ ഉണ്ടാന്ന് നോക്കണം. ബമ്പ് ഫ്ലാറ്റ് ഫോർമേഷൻ ഉണ്ട്, എർത്തിമ പോലെ ഉണ്ട്, നീരിളക്കം പോലെ. അത് ഫ്ലാറ്റ് പ്ലക്സ് എന്നാണ് റെപ്പർട്ടറി പറയുന്നത്. ഫോമിക്ക റൂപ്പായും ലൊബേലിയ ഇൻഫ്ലേറ്റും ആണ് അത്. എപ്പിസ് ഡൽക്യാമറയുടെ കമ്പാരിസണും സ്വെറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഫീവറിൽ ഹൈ ടെമ്പറേച്ചറും ഹോട്ടാണ്, ചില്ലിനെസ് ഇല്ല, ടേസ്റ്റ് ഉണ്ട്, സ്വെറ്റും ഉണ്ടെങ്കിൽ പൈറോയിൻ. സ്വെറ്റ് ഉണ്ടാവും, പക്ഷെ സ്വെറ്റ് ഗീവ് നോ റിലീഫ്. അത് തന്നെ ചില്ലിയാണ്, ടേസ്റ്റ് ഫോർ വാം വാട്ടർ ആണ്, സ്വെറ്റ് ഉണ്ട്. സ്വെറ്റ് ചെയ്താൽ പിന്നെ അന്ന് പനി വരത്തില്ല, പിറ്റേ ദിവസം വരത്തുള്ളൂ. സൊറൈന. കൈയും കാലും മാത്രം തണുക്കും. കൈയും കാലും പാദവും എന്ന് വെച്ചാൽ പാമും സോളും ഉൾപ്പെടെ തണുക്കും. 2 മെഡിസിനാണ്, ഒന്ന് ബെൽഡോണായും ഒന്ന് സബഡിലയും. ബെൽഡോണയ്ക്ക് ടേസ്റ്റ് ഇല്ല, സബഡിലേക്ക് ടേസ്റ്റ് ഉണ്ട്. ബെൽഡോണയ്ക്ക് ഐലാഷസ് ഇല്ല, സബഡിലേക്ക് തുമ്മലുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ ഇത്രയും മെഡിസിൻ. പക്ഷെ ഇതൊക്കെ നമ്മള് ഒത്തിരി പുസ്തകത്തിൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പയർ ചെയ്ത് കിട്ടുന്ന ക്ലൂ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യും. എപ്പിസിന് സ്വെറ്റ് ഇല്ല, ഹൈ ഫീവർ ആയിരിക്കും, ഹോട്ടല്ലേ, ഭയങ്കര സ്പീഡിൽ പാനിടും, കണ്ടിന്യൂസ് ടെമ്പറേച്ചർ ആണ്, ഭയങ്കര എക്സോസ്റ്റ് ചെയ്യും, ടേസ്റ്റ് ഉണ്ടാകത്തില്ല, കൊച്ചിന് ഡ്രൗസിനെസ്സും സ്ലീപ്പിനെസ്സും ഉണ്ടാകും. പക്ഷെ സ്വെറ്റ് ഇല്ല, അതാണ് എപ്പിസിന്റെ പ്രത്യേകത. ഓക്കെ സാറേ, താങ്ക് യു. അപ്പോ നമ്മളെ സമയം ഏകദേശം കഴിയാറായി. ആർക്കെങ്കിലും സാറിനോട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ പറയാം. വളരെ കുറച്ച് സമയമേ നമുക്ക് ഇനിയുള്ളൂ. അല്ല, റസീന ഡോക്ടറൊക്കെ ഉണ്ടല്ലോ കേൾക്കുന്നവരിൽ. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഭദ്രൻ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഭദ്രൻജി എന്തുണ്ട്? ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ലക്ഷ്മണൻ ഡോക്ടറെ മുഖം കാണിക്കും. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇപ്പൊ പറ്റുന്നുണ്ട്. പണിക്കർ ഡോക്ടറുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഈ ഒരു ശരിയായിട്ട് കുണിയത്തിന്റെ ഒരു പിക്ചർ കിട്ടാൻ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രാക്ടീസിന്റെ ആരംഭ കാലഘട്ടത്തിൽ കുണിയം ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ഒരു വീട്ടമ്മയ്ക്കാണ്. അവര് പഴയ വീട്ടില് തട്ടുംപുറത്ത് നിന്ന് വിറകെടുത്തിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ 8 പടിയുടെ മുകളിൽ നിന്ന് താഴെ വീണു. തലയിട്ട് ഒരു നിവർത്തിയില്ല. തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണെങ്കിൽ തലയിട്ട് ഉടഞ്ഞതിരിക്കും. ഞാൻ ആദ്യം 1-2 മരുന്ന് കൊടുത്തു നോക്കി, രക്ഷയില്ല. എന്നിട്ട് ഞാൻ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ കൊണിയം ബെസ്റ്റാണ്. കൊണിയം 30 ആണ് ഒരു ഡോസ് കൊടുത്തത്. പിറ്റേ ദിവസം എണീറ്റത്. അന്ന് തന്നെ എണീറ്റിരുന്നു. ഈ കൊണിയത്തിന്റെ അപ്പോഴാണ് ഞാൻ കൊണിയത്തിനെ പറ്റി ആദ്യമായിട്ട് നേരെ പഠിക്കുന്നത്. കോളേജ് പഠിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. പ്രാക്ടീസിലെ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, എല്ലാവരിലായിരുന്നു. പക്ഷെ വളരെ നല്ല റിസൾട്ട് കിട്ടി. അതിനുശേഷം കുണിയും ഒരുപാട് കേസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുണിയും എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള റെമഡിയാണ്. വെർട്ടിഗോയില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെർട്ടിഗോയില് ഐയുടെ അലൂസിനേഷൻസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഐയുടെ കണ്ണടച്ചാൽ എങ്ങനെയാണ്, കണ്ണടച്ച് പിടിച്ചാൽ കൂടുവോ കുറയുവോ, പിന്നെ ടേണിങ് ഉണ്ടോ, കിടന്നേച്ച് എഴുന്നേൽക്കുമ്പോഴാണോ കിടക്കുമ്പോഴാണോ. അതിനകത്ത് ഈ റൂബ്രിക്സ് നമ്മൾ നോക്കുമ്പോൾ തന്നെ റൈസിങ് ഫ്രം ബെഡ് എന്നുണ്ട്. റൈസിങ് ഫ്രം ലൈങ് ഡൗൺ എന്ന് പറയുമ്പോൾ മരുന്ന് മാറും. അങ്ങനെയാണ്. അപ്പൊ റൈസിങ് ഫ്രം ബെഡ് ഈ പേഷ്യന്റ് പറയണത് തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പൊ 4 സിംറ്റം വേണമെന്നോ, 4 സിംറ്റം വെച്ചിട്ട് കവർ ചെയ്യുന്ന മെഡിസിൻ കൊണിയം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെർമെറ്റ്, പിന്നെ ഫോസ്ഫറസ്, കൊണിയം. ഛർദില് പ്രൊഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെബാക്കത്തിനാണ് സ്കോപ്പ് കൂടുതൽ. അപ്പൊ ആ 4 കാര്യങ്ങൾ, കണ്ണിന്റെ ഇതും മൂവ്മെന്റും
എന്തെങ്കിലും ഡെലൂഷൻസ് അലൂസിനേഷൻ ഉണ്ടോ, അതിൻ്റെ കൂടെ സ്റ്റൂള് പോകാനുള്ള ഡിസയർ ഉണ്ടോ, ഡിസ്ചാർജസ് നാച്ചുറൽ ആയിട്ടുള്ള ഈ 4 എണ്ണം എടുത്തിട്ട് വേണം നമ്മൾ റെപ്പർട്രൈസ് ചെയ്യാൻ. അപ്പൊ 4ഉം കൂടെ കവർ ചെയ്യുന്ന മെഡിസിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നന്മ കിട്ടും. എത്രയോ കാലം പഴക്കമുള്ള വെർട്ടിനൊക്കെ കഴിച്ച് കുളിച്ച് കിടക്കുന്നവർക്ക് പോലും ഭയങ്കരമായിട്ട് നന്മ ചെയ്യുന്നതാണ്. ഭയങ്കര സ്കോപ്പ് ഉണ്ട് ഹോമിയോപ്പതി വെർട്ടിഗോ. പക്ഷേ വെർട്ടിഗോയുടെ മരുന്നുകള് 378 മരുന്നാണ് പറയുന്നത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ക്ലൂസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യും. ഓക്കെ. ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും പല പേഷ്യൻസും അവർക്ക് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള ഒരു പേടിയാണ്. അതൊരു കോണിയത്തിന്റെ അതുകൊണ്ടല്ലേ പറഞ്ഞ ഭാര്യ മുൻപോട്ട് നടക്കാൻ പറയുമെന്നാ പറഞ്ഞ കൊടിയേ. അതെ അതെ അതെ, ഞാൻ ശ്രദ്ധിച്ചത്. അതൊരു വലിയൊരു കഥയല്ലേ, ഓർത്തിരിക്കുക. അതെ അതെ അതെ. ഓക്കെ. ഓക്കെ ഭദ്രൻ ഡോക്ടറെ, ഇപ്പൊ നമ്മളെ സമയം ഏകദേശം കഴിയാറായി. എന്തായാലും ക്ലാസ് തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ ഭദ്രൻ ഡോക്ടറെ തന്നെ ഇന്നത്തെ നമുക്ക് സാറിന് നന്ദി പറയുന്നതിന് ക്ഷണിക്കുകയാണ്. ഇപ്പം നമ്മളെ കൊണിയത്തെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ട്. അവര് റെസ്ക്യൂ ഹോമിലാണോ, സൂയിസൈഡ് ചെയ്യാൻ വിട്ടോ, മാനസാന്തരപ്പെട്ടോ, രണ്ടാമത് കല്യാണം കഴിച്ചോന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാം നന്മ നേർന്നുകൊണ്ട് ഇന്ന് കൊണിയത്തിന് നമ്മൾ അല്ലേ അതെ ഒരു നന്മയുള്ള ഫ്യൂച്ചറിന് വേണ്ടി പ്രയർ ചെയ്തുകൊണ്ട് വിടുന്നു. അതെ, കൊണിയത്തിന്റെ ശരിയായിട്ടുള്ള ഒരു ഡ്രഗ് പിക്ചർ ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. അത് നല്ല കമ്പാരിസണും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പാരിറ്റീവ് മെറ്റീരിയോടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വളരെ പ്രയോജനം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത്രയും പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ആ പ്രയോജനം ഉണ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നല്ലൊരു ക്ലാസ് തയ്യാറാക്കി അവതരിപ്പിച്ച ഡോക്ടർ മധുസൂദൻ പണിക്കർക്ക് IFPHന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും അഗാധമായി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സന്തോഷം ഭദ്രൻ ഡോക്ടറെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ 1898 ദിവസത്തെ മലയാളം വെബിനാർ അവസാനിപ്പിക്കുവാൻ സമയമായി. സാറ് ഇന്നത്തെ കൊണിയം പോലെ മറ്റൊരു മെഡിസിനുമായി നമുക്ക് ഇതുപോലെ ഡ്രഗ് പിക്ചർ പഠിക്കുന്ന പോലെ പറഞ്ഞു തരാൻ സാർ ഇനിയും വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.